2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് തുടർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന നമ്പറിൽ 15ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതായിരിക്കും? 15ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതായിരിക്കും എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. ആൻസർ ടൈപ്പ് ചെയ്യാം. ഓപ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. 120 വന്നിട്ടുണ്ട്. 120 is the right answer. 120 ആണ് കൃത്യമായ ആൻസർ. അത് ശരിയാണ്. 120 ആണ് കൃത്യമായ ആൻസർ. ഇത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഈ അറ്റത്ത് കാണുന്ന അവസാനം കാണുന്ന എല്ലാ നമ്പേഴ്സും ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ്. ട്രയാങ്കുലർ നമ്പറിന്റെ പ്രത്യേകത അതൊരു ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെ വരും എന്നുള്ളതാണ്. 1 is equal to 1, 1 plus 2 is equal to 3, 1 plus 2 plus 3 is equal to 6, 1 plus 2 plus 3 plus 4 is equal to 10. ഈ പറഞ്ഞ 1, 3, 6, 10 ഇതൊക്കെ എന്താണ്? ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ്. അപ്പൊ അവിടെ ട്രയാങ്കുലർ നമ്പറിന്റെ കാര്യങ്ങൾ ക്ലാസ് പറഞ്ഞതാണ്, നിങ്ങൾക്കത് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ വരിയിൽ അവസാനത്തെ നമ്പർ 1 തന്നെയാണ്. രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ നമ്പർ 3 ആണ്. മൂന്നാമത്തെ വരിയിലെ അവസാന നമ്പർ 6 ആണ്. മൂന്നാമത്തെ വരിയിലെ അവസാന നമ്പർ കാണാൻ 3നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയാൽ മതി. മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ 3 3 into 4/2 12ന്റെ പകുതിയാണ്. നാലാമത്തെ വരിയിലെ അവസാന നമ്പറായ 10 കിട്ടാൻ 4നെ തൊട്ടടുത്ത് 5 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കുന്നു. 15ാമത്തെ വരിയിലെ അവസാന നമ്പർ കിട്ടാൻ 15നെ തൊട്ടടുത്ത നമ്പറായ 16 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേകത, ഏതെങ്കിലും ഒന്ന് ഈവൺ നമ്പർ ആയിരിക്കും, ഇരട്ട സംഖ്യയായിരിക്കും. 16ന്റെ പകുതി നിങ്ങൾക്കറിയാം 8 ആണ്. 15നെ 8 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെയാണ് 120 കിട്ടുന്നത്. ഞാനിപ്പോ മൈക്ക് ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ട്രയാങ്കുലർ നമ്പറിന്റെ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. അതിനുള്ള അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. മൈക്ക് ഇപ്പോൾ ഓൺ ആണ്, സംസാരിച്ചോ. ശരി, അപ്പോൾ ഒന്നുകൂടി പറയണം എന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നാൽ ഞാൻ മൈക്ക് ഇവിടുന്ന് ഞാൻ മ്യൂട്ട് ചെയ്തില്ല, നിങ്ങൾക്ക് അവിടുന്ന് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർ ട്രയാങ്കുലർ നമ്പറിന്റെ പ്രത്യേകതകൾ പറയാം. ട്രയാങ്കുലർ നമ്പറിൽ നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ട്രയാങ്കുലർ നമ്പർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ്. 1 മുതൽ തുടങ്ങിയുള്ള മൈക്ക് ഓഫ് ചെയ്ത് ശരി. അവിടെ തന്നെ പോയിരിക്കുന്നൊക്കെ ഉണ്ട്, ആ പോയിരിക്കുന്നൊക്കെ ഒഴിവാക്കി. ശരി, അതായത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മായിരിക്കും 1 is equal to 1, 1 plus 2 is equal to 3, 1 plus 2 plus 3 is equal to 6, 1 plus 2 plus 3 plus 4 is equal to 10. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന 1, 3, 6, 10 ഇതെല്ലാം 1 മുതൽ തുടങ്ങുന്ന കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ആണ് നമുക്ക് ട്രയാങ്കുലർ നമ്പർ ആയിട്ട് വരുന്നത് 1, 3, 6, 10. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏത് എന്നിട്ട് ചോദിച്ചാൽ 2നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാകുന്നു. 1 പകുതി 3. മൂന്നാമത്തെ വരിയിലെ അവസാന നമ്പർ ചോദിച്ചാൽ 3നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കുന്നു. അപ്പൊ ഞാൻ ഇതുവരെ ക്ലാസ് കിട്ടാത്ത, നേരിട്ട് ക്ലാസ് കിട്ടാത്ത കുട്ടികൾ ഇതിലുണ്ടാവും. അവർക്ക് ചിലപ്പോൾ സംശയം അതിലുണ്ടാവുക. അവരെന്തായാലും അടുത്ത് തന്നെ ഞാൻ കാണും. നേരിട്ട് സ്കൂളിൽ ക്ലാസ് വരുന്ന സമയത്ത് ഞാൻ ട്രയാങ്കുലർ നമ്പറിനെ പറ്റി കൂടുതൽ പറയാം. ഇന്ന് നമുക്ക് ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത, അതില് പല ചോദ്യങ്ങളും ചിലപ്പോൾ നിങ്ങളെ ആൻസർ ചെയ്തില്ല എന്ന് വരാം. പേടിക്കണ്ട, ഞാൻ അതിന്റെ വിശദീകരണം തരും. ചിലപ്പോൾ 1, 2 പ്രാവശ്യം ഇവിടെ തന്നെ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിലും യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ ചോദ്യത്തിന്റെ പ്രാധാന്യം എന്താന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ.
അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയാസത്തിലേക്ക് പോകാം. എന്തായാലും അതിന് ബുദ്ധിമുട്ടുണ്ട്. മുഹമ്മദ് റഷാൻ, ഈ 120 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെയാ കിട്ടിയത്? സർ, അതിന് 15th ട്രയാങ്കുലർ നമ്പർ ഉണ്ട്. 15 × 16/2. 15 × 16 ÷ 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വല്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യം ഒന്ന് വായിച്ചേ. 1/a + 1/b = 9/20. 1/a - 1/b = options 20/9, 11/20, 1/20, 3/4. 1/a + 1/b = 9/20 ആയാൽ 1/a നിന്ന് 1/b കുറച്ചാൽ എത്ര എന്നാണ്? ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ചോദ്യത്തെ നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ വിഷമാവും. ഞാനത് വിശദീകരിച്ച് തരാം. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ 20-നെയാണ്. ഈ 20 ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടെയുള്ള രണ്ട് സംഖ്യകൾ ഏതൊക്കെ? ഇതൊന്ന് മൈക്ക് ഓൺ ചെയ്തോട്ടെ. നിങ്ങളുടെ സംസാരം കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ എല്ലാവരും കൂടി വേറെ നോക്കണ്ട. ശരി, ഇവിടെ ഈ 20 കിട്ടാൻ ഇവിടെ വരുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? ഏതാ? 10. അപ്പൊ അങ്ങനെ പറയാണ്. അപ്പൊ എല്ലാവരും കൂടി അങ്ങനെ പറയട്ടെ. ശരി, ഞാൻ ഇവിടെ ഈ 20 കിട്ടണമെങ്കിൽ ഇവിടെ വരുന്ന രണ്ട് സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 10 മറ്റേതോ 15/5. എന്റെ ചോദ്യം, ഇവിടെ ഈ 20 കിട്ടണമെങ്കിൽ ഇവിടെ വരേണ്ട രണ്ട് സംഖ്യകൾ ഏതൊക്കെയായിരിക്കും എന്നാണ്. ചോദ്യം വ്യക്തമല്ലേ? നിങ്ങൾ ഇവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏത് സംഖ്യ നിങ്ങൾ കൊടുക്കുക? അപ്പൊ ഇവിടെ നിങ്ങൾ 10 ഇവിടെ കൊടുക്കുന്നു. 10. അപ്പൊ ഇവിടെ 10 ഇവിടെ 10 കൊടുത്താൽ ഇതിന്റെ രണ്ടിന്റെയും LCM 20 ആണോ? അല്ല. പിന്നെന്തേ പറയുന്നത്? ഈ A എന്ന ഡിനോമിനേറ്ററും B എന്ന ഡിനോമിനേറ്ററിന്റെയും LCM നമുക്ക് 20 ആയിട്ട് എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കേണ്ട രണ്ട് സംഖ്യകൾ ഏതൊക്കെ എന്നല്ലേ എന്റെ ചോദ്യം. വ്യക്തമല്ലേ എന്റെ ചോദ്യം? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നില്ല, അത് നോക്കി പറയൂ. ഏത് സംഖ്യയുടെ LCM ആയിട്ട് നമുക്ക് 20-നെ പരിഗണിക്കാം? ക്വസ്റ്റ്യൻ വ്യക്തമില്ല. ക്വസ്റ്റ്യൻ വ്യക്തമാക്കിത്തരാം. 20 എന്ന സംഖ്യ ഒരു LCM ആയിട്ട് പരിഗണിക്കുമ്പോൾ ഇവിടെയുള്ള ഏതെല്ലാം രണ്ട് സംഖ്യകളുടെ LCM ആയിട്ടാണ് 20 വരുന്നത് എന്നാണ് എന്റെ ചോദ്യം. മുഹമ്മദ് റഷാൻ, 20 LCM ആയിട്ട് കിട്ടണമെങ്കിൽ ഇവിടെയുള്ള രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? 4 and 5. 4 and 5. വെരി ഗുഡ്. 4-ന്റെയും 5-ന്റെയും LCM ആണ് 20. അപ്പൊ 4-ന്റെയും 5-ന്റെയും LCM ആയിട്ട് 20-നെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ആ 20 ഇവിടെ എഴുതും. അപ്പൊ LCM 20. ഇനി എന്റെ ചോദ്യം, ഇവിടെ 1/a 1/b 1/a നിന്ന് 1/b കുറച്ചാൽ എത്ര എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 1/a പകരം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1/4 എന്ന് അവിടെ വിശേഷിപ്പിക്കാം. 1/4. ഇനി അതിൽ നിന്ന് കുറയ്ക്കുകയാണ് 1/5-നെ. 1/4 1/5 കുറച്ചാൽ 1/4 1/5 കുറയ്ക്കുക. 4-ന്റെയും 5-ന്റെയും LCM എത്രയാണ്? 20. 4 20-ൽ 4 5 പ്രാവശ്യം 1 5 5 കുറയ്ക്കണം. 20-ൽ 5 4 പ്രാവശ്യം 1 4 4. 5-ൽ നിന്ന് 4 കുറച്ചാൽ 1. 1/20 ഓപ്ഷൻ ഉണ്ടോ? Yes, sir. 1/20 ആരെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ?
ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ടൈപ്പ് ചെയ്ത 1/20 ടൈപ്പ് ചെയ്ത കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടോ? ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറയാം. ഓക്കെ, സ്റ്റാർട്ട്. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സാറേ ഒന്നുകൂടി പറയാമോ? ആ ടൈപ്പ് ചെയ്ത കുട്ടിയോട് ഞാൻ ചോദിക്കുന്നു, ആ ടൈപ്പ് ഞാൻ ചോദിക്കുന്നു, മനസ്സിലായി? സാർ ഇല്ലേ? ഓക്കെ, മനസ്സിലായില്ല എന്ന് പറയുന്നു മുഹമ്മദ് റഷാദ്. ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ സാർ. ആ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ 1/a + 1/b = 9/20 എന്നതാണ്. അപ്പോൾ എയും ബിയും നമുക്ക് കണ്ടെത്തണം. 20 LCM ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് 4ഉം 5ഉം ആണ്. അപ്പം 1/4 + 1/5 = 9/20 നമുക്ക് കൊടുക്കാം. അതിനുശേഷം 1/4 - 1/5 കൊടുക്കുമ്പോൾ 4ന്റെയും 5ന്റെയും LCM ആയിട്ട് വരുന്നത് 20 ആണ്. അതിനെ നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ 4 20ൽ 5 പ്രാവശ്യവും 5 20ൽ 4 പ്രാവശ്യമാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യം 5 എഴുതുക, ശേഷം -4 എഴുതുക. 5 - 4 = 1. 1/20 is the answer. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ 20നെയാണ്. ഈ 20 കിട്ടണമെങ്കിൽ ഇവിടുത്തത് 4ഉം ഇവിടുത്തത് 5ഉം ആവാനാണ് സാധ്യത. കാരണം ഇവിടെ 5 4 ഇവിടെ നോക്കിക്കോളൂ. 1/, ഇവിടുത്തെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത് 1/4ന്റെ കൂടെ 1/5 കൂട്ടിയാൽ എത്രയാണ്? ചെയ്യേണ്ടത് ഇതാണ്. ഈ 5ഉം 4ഉം കൂടി കൂട്ടുക, മേലെ ഇടുക. 5 കൂട്ടണം 4, 4 കൂട്ടണം 5 9. 5നെ 4 കൊണ്ട് ഗുണിക്കുക 20. 9 20 അതിന്റെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പിന്നീട് 1/4ൽ നിന്ന് 1/5 കുറച്ചാൽ എത്ര എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഈ LCM വരുന്നത്, ഡിനോമിനേറ്റർ ഇവിടെ വരുന്നത് 20 തന്നെയാണ്. അതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ആ 20 ചോട്ടിൽ എഴുതിയിട്ട് 20ൽ 4 5 പ്രാവശ്യം 1 5 കുറയ്ക്കണം. 20ൽ 5 4 പ്രാവശ്യം 1 4 4. 5ൽ നിന്ന് 4 കുറച്ചാൽ 1 1/20. ഇപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഒന്നിച്ച് യേഴ്സ് എന്ന് പറയണം. അപ്പൊ ഞാൻ ഓൺ ചെയ്യാണ്. ഓക്കെ, ഒരുപാട് യെസ് വന്നിട്ടുണ്ട്. ടൈപ്പ് ചെയ്താണ് യെസ്. ഇതാ വളരെ നല്ല രസകരമായ മറ്റൊരു ചോദ്യം. നിങ്ങൾ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ എന്തായാലും പറയേണ്ടതാണ്. 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾ പറയുന്നത്. ചോദ്യം ഒന്ന് വായിക്കുമോ മുഹമ്മദ് റഷാദ്? All the angles in a triangle are consecutive even numbers. Which is the largest angle measurement? ധ്യാന, ചോദ്യം ഒന്ന് വായിച്ചോളെ. All the angles in a triangle are consecutive even numbers. Which is the largest angle measure? ഓഹോ, അതിന്റെ മലയാളം ഇതാണ്. ഞാനിവിടെ വരച്ച് കാണിക്കാം. മലയാളം ഇതാണ്. മലയാളം മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും all the angles in a triangle are consecutive even numbers. തുടർച്ചയായ ഇരട്ട സംഖ്യകളാണ് എങ്കിൽ ആ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ ആംഗിൾ കോണിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. എന്റെ ചോദ്യം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾക്കറിയാം, ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും എഴുതി കൂട്ടിയാൽ 180 ആണെന്ന് സത്യം. ആ 180 കിട്ടണമെങ്കിൽ എല്ലാ 3ഉം ഇരട്ട സംഖ്യകളായിരിക്കണം. ആ ഇരട്ട സംഖ്യയിൽ 3 കൂട്ടണം.
ആ ഇരട്ടസംഖ്യയിൽ 3 കൂട്ടിയാൽ 150 കിട്ടുകയും വേണം. 3 തുടർച്ചയായ ഇരട്ടസംഖ്യകൾ കൂട്ടിയിട്ട് 180 കിട്ടുമ്പോൾ ആ 180 3 ഏറ്റവും വലിയ ഇരട്ടസംഖ്യ ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. ചോദ്യം വ്യക്തമായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. അതിനാണ് ഞാൻ ഇവിടെ മൈക്ക് ഓൺ ചെയ്ത് ചോദ്യം വ്യക്തമായിക്കണ്ട യെസ് എന്ന് പറയാം. ചോദ്യം വ്യക്തമാണ്, യെസ് വന്നു കഴിഞ്ഞു. ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം വരട്ടെ. മുഹമ്മദ് റഷാൻ എത്രയാ കുട്ടികൾ ഉത്തരം എഴുതിയത്? 62 റൈറ്റ് ആൻസർ ആണ്. 62 ശരിയായ ഉത്തരമാണ്. കാരണം ഏറ്റവും വലിയത് 62 ആണെങ്കിൽ തൊട്ട താഴെയുള്ളത് ആരാണ്? മുഹമ്മദ് റഷാൻ. 60 60. അതിന്റെ തൊട്ട താഴെയുള്ളത് ആരാണ്? മുഹമ്മദ് റഷാൻ. 58. അപ്പം ഇത് 3 കൂടി കൂട്ടിയാൽ 150 കിട്ടുമോ? കിട്ടും. അപ്പം ഇത് 3 കൂട്ടിയാൽ 150 കിട്ടും. എന്താ ചോദ്യത്തിന്റെ സുഖം നോക്കുകയാണെങ്കിൽ ഈ ചോദ്യം എവിടുന്ന് 6ാം ക്ലാസ്സിൽ 3 കോണുകളുടെയും അളവുകളുടെ തുക 150 പഠിച്ച കുട്ടികളോട് ഇങ്ങനെ ചോദിക്കും. അതേ സമയത്ത് മുമ്പ് വേറൊരു ചോദ്യം വന്നു. ആ ചോദ്യം എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു അറിയാം? ആ ചോദ്യം ലീനിയർ പെയർ, രേഖീയ ജോഡി എന്ന് പറയും. അത് ഒന്നുകൂടി വൃത്തിയിട്ട് വായിക്കട്ടെ. രേഖീയ ജോഡികൾ എന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം. ലീനിയർ പെയർസ് ആർ സപ്ലിമെന്ററി. രേഖീയ ജോഡികൾ അനുകൂലങ്ങളായിരിക്കും. പഠിച്ചതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു രേഖീയ ജോഡി വരയ്ക്കും. ഇതില് 2 കോണുകളും കൂടി കൂട്ടിയാൽ 180 കിട്ടും. നിങ്ങൾക്ക് അറിയാലോ, അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 2 കോണുകളും 2 അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. ദീസ് ആർ 2 ഡിസ്റ്റിങ്ക്ട് പ്രൈം നമ്പേഴ്സ്. ദീസ് ആർ ലീനിയർ പെയർസ്. എങ്കിൽ ആ 2 അളവുകൾ ഏതൊക്കെ? ചോദ്യം ഒന്നുകൂടി വ്യക്തമായി കൊടുക്കും മുഹമ്മദ് റഷാൻ. ഒരു ലീനിയർ പെയറിന്റെ 2 ആംഗിളുകൾ 2 പ്രൈം നമ്പേഴ്സ് ആണ്. ഏതൊക്കെയാണ് 2 ആംഗിളുകൾ? അപ്പൊ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് മുഹമ്മദ് റഷാൻ. എത്രയൊക്കെ ടൈപ്പ് ചെയ്യുന്നത്? 83 and 97. കറക്റ്റ് ആൻസർ ആണ്. അവരൊക്കെ നല്ല മക്കളെ വേഗം പഠിക്കുന്നുണ്ട്. 83ഉം മറ്റത് 97ഉമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് 83ഉം 97 പ്രൈം നമ്പർ അതിനുള്ള കുട്ടിയൊക്കെ എങ്ങനെ ഇതിന് ഉത്തരം എഴുതാൻ പറ്റും? സോ യു ഹാവ് ടു ബൈ ഹാർട്ട് ദ ഫസ്റ്റ് 25 പ്രൈം നമ്പേഴ്സ്. 83ഉം 97ഉം കൂട്ടിയാൽ 180 കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ 83 പ്രൈം നമ്പർ ആണെന്നും 97 is the largest 2-digit പ്രൈം നമ്പർ ആണെന്നും തിരിച്ചറിയുക. അത് 2 കൂടി കൂട്ടി ഈ ചോദ്യം വരും. ഇത്തരം ചോദ്യം വരും. അതുകൊണ്ട് പ്രൈം നമ്പർ മനസ്സിലാക്കി വെക്കുക. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വായിച്ചോളൂ അടുത്ത ചോദ്യം മുഹമ്മദ് റഷാൻ. The average of 2 numbers is 36. Their difference 36. Which is the largest? ഇത് നല്ല രസമുള്ള ചോദ്യമാണ്. ശരാശരിയായിട്ട് ബന്ധപ്പെട്ട് The average of 2 numbers is 36. 2 സംഖ്യകളുടെ ശരാശരി 36. ആ സംഖ്യകളുടെ വ്യത്യാസം 36. ആരും ടൈപ്പ് വരുന്നില്ല. എത്ര കുട്ടികളാ മക്കളെ എന്നുള്ളത്? മുഹമ്മദ് റഷാൻ എത്ര മക്കളുണ്ട്? ഇന്ന് എത്ര കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് എന്റെ ചോദ്യം. സാർ ഇപ്പം 361 ഉണ്ട്. 361 സർവകാല റെക്കോർഡാണ്. 361 കുട്ടികൾക്കും ഉള്ള ചോദ്യമാണ്. അതായത് 36 ആവറേജ്, 36 വ്യത്യാസം 2 സംഖ്യകളുടെ. അതിൽ വലുതേത്? ഓപ്ഷൻ ഏതൊക്കെയാന്ന് വായിച്ചു കൊടുക്കും മുഹമ്മദ് റഷാൻ. 72, 36, 54, 62. അപ്പോൾ കുട്ടികൾ എത്രയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ?
മുഹമ്മദ് റഷാൻ അറിയാവോ? ഇല്ല സാറേ, 54 ആണോ? ധ്യാനക്ക് അറിയാമോ? ഇല്ല സർ. ഇല്ല സർ, ഇല്ല സർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിൽ ചെറുത് 18 അത് 36 വൈകിയായിരിക്കും. വലുത് കണ്ടുപിടിക്കാൻ 18 3 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര പാട്ടിന് 3 കൊണ്ട് ഗുണിച്ചാൽ? 54. അപ്പം വലുത് 54. ശരി, വലുത് 54 ചെറുത് 18 ഇവയുടെ ശരാശരി 18 + 18 + 54 = 72 ആണ്. ആ 72നെ പകുതിയാക്കിയാൽ ആവറേജ് കിട്ടും 36 കിട്ടും. 54 നിന്ന് 18 മൈനസ് ചെയ്താലോ അന്നേരം കിട്ടും 36. വല്ലോ മനസ്സിലായോ? യെസ് സാർ. കോഹോസ്റ്റിനോടാണ് എന്റെ ചോദ്യം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് ഇല്ല എന്ന് ടൈപ്പ് ചെയ്യാം. അതേ സമയത്ത് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പറയുന്ന നോക്കി വിളിച്ചും പറയാം. ശരി, ഒന്നുകൂടി ഒന്ന് പറയണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് റഷാന് ഇതൊന്ന് വിവരിച്ചെടുക്കാൻ പറ്റുമോ? യെസ് സാർ. പറയും. ഇവിടെ നമ്മുടെ ചോദ്യം, the average of two numbers is 36, the difference is 36, which is the largest number എന്നാണ്. അപ്പം ആദ്യം നമുക്ക് ആവറേജ് എടുക്കാം. അതിന്റെ നേർപകുതി ആയിരിക്കും ഏറ്റവും ചെറിയ നമ്പർ, സ്മോളസ്റ്റ് നമ്പർ 36ന്റെ പകുതിയായ 18 ആയിരിക്കും. ഈ ലാർജസ്റ്റ് നമ്പർ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ 18നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് 54 കിട്ടും. 54ന്റെയും 18ന്റെയും ആവറേജ് 36 ആണ്. 18 + 54/2 = 36. 72/2 = 36. അപ്പം ലാസ്റ്റ് വലിയ നമ്പർ നമുക്ക് 54 കിട്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ആവറേജും ഡിഫറൻസും ഒരേ സംഖ്യകൾ വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ ഈ പ്രയോഗം നടത്താവൂ. ശരാശരിയും വ്യത്യാസവും ഒരേ സംഖ്യയിൽ വരികയാണെങ്കിൽ, ഒരേ സംഖ്യയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 36 പകുതി എടുക്കണമെന്ന് പറഞ്ഞത്. 18 ചെറുത്, വലുത് കിട്ടാൻ 3 കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. യെസ്, അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം നല്ല രസമുള്ള ചോദ്യമാണ്. ആ ചോദ്യം ഒന്ന് വായിച്ചു. 100 - 99 + 98 - 97 + 96 - 95 - 2 4 - 3 + 2 - 1. അതൊന്ന് തിരിച്ചു വായിച്ചേ ധ്യാന. ആ സംഭവം ഒന്ന് റിവേഴ്സ് വായിച്ചേ ധ്യാന. 1 + 2 + 3 + 4 + ഇല്ലാത്ത വായിക്കില്ല, നോക്കി വായിക്കും. 1 + ആണോ? പിന്നെന്താ വായിക്കുന്നത്? യെസ്, ഒന്നുകൂടി വായിക്കും. 1 - 2 + 3 - 4 up to 95 - 96 + 97 - 98 + 99 - 100. അത് എത്രയാന്നാ ചോദ്യം. ഇത് അങ്ങോട്ട് തിരിച്ചെഴുതിയാൽ എനിക്കറിയാം ലേശം ബുദ്ധിമുട്ടും. നിങ്ങൾ ഇങ്ങോട്ട് എഴുതിക്കോ, ബുദ്ധിമുട്ടണ്ട. ഇതിന്റെ ഉത്തരം എത്രയാണ്? ടൈപ്പ് ചെയ്തോളൂ. ഓപ്ഷൻ ആണ് ഉണ്ട്. ഓപ്ഷൻസ്. യെസ്, അതിന്റെ ആൻസർ 50 ആണ്, 55 അല്ല. അതിന്റെ ആൻസർ 50 ആണ്, 55 അല്ല. 50 എങ്ങനെയാണ് കിട്ടിയത് എന്ന് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി പറയണമെന്ന് ഉറക്കെ വിളിച്ച് പറയാം. ശരി ശരി. എന്തിനാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഉറക്കെ വിളിപ്പിക്കുന്നത്? അവിടെ കിടന്ന് ഉറങ്ങുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ സംസാരം കേട്ടിട്ട് ഓരോന്ന് ഉണരട്ടെ അവിടുന്ന്. അതുകൊണ്ട് ശരി, ഇവിടെ 1ൽ നിന്ന് 2 കുറച്ച് 3 കൂട്ടി 4 കുറച്ച് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ കാര്യം ആലോചിച്ചറിയും. ഇവിടെ മുഹമ്മദ് റഷാൻ, ഞാൻ ചോദിക്കുന്നതിന് മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി മറുപടി പറയണം. 1 മുതൽ 99 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? ഒന്നുകൂടി പറയോ? 1 to 99, how many odd numbers are there?
50. 50. 99 ഒന്ന് കൂട്ടുക, പകുതിയാക്കുക. 1 മുതൽ 19 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് 19 ഒന്ന് കൂട്ടുക, പകുതിയാക്കുക. 1 മുതൽ 9 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 9ന്റെ കൂടെ 1 കൂട്ടുക, പകുതിയാക്കുക. ഇവിടെ 1 മുതൽ 99 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 99 1 കൂട്ടുക, പകുതിയാക്കുക. അതല്ലേ സുഖം. അപ്പൊ 50 ഓഡ് നമ്പേഴ്സ്, 50 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് അത് നിങ്ങൾ അറിയോ? 50 × 50 ആണ്. അത് 2500 ആണ്. ഇനി ധ്യാന 2 മുതൽ 100 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 50. ധ്യാനക്ക് സൗണ്ടിങ് പെട്ടെന്ന് വരുന്നില്ല. 50. 50. 2 മുതൽ 100 വരെ 50 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് 50 ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ 50 × 51 ആണ്. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം, ഒന്നുകൂടി ശ്രദ്ധിക്കുക. 1 കൂട്ടണം, ഞാൻ വേറെ മഷി എടുക്കട്ടെ, നമ്മെ മനസ്സിലാവും. 1 + 3 + 5 + 7 + 9. ഇവിടെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് 1 to 9 അത് 5 എണ്ണാണുള്ളത്. 1 2 3 4 5, അതായത് 10ന്റെ പകുതി. 5 ഓഡ് നമ്പേഴ്സിന്റെ തുടർച്ചയായ 1 മുതൽ തുടർച്ചയായ 5 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ 5 × 5 ആയ 25 ആയിരിക്കും. 9 16 20 25 റെഡിയാണ്. ഇനി 5 ഈവൻ നമ്പേഴ്സ് കൂട്ടുന്നുണ്ട് ഞാൻ. 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം 8 കൂട്ടണം 10, 5 ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ അവിടെ വേറെ പ്രത്യേകത എളുപ്പം. 5നെ 5 എണ്ണം ഉണ്ടെങ്കിൽ തൊട്ട് 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 5 30 കിട്ടും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 30ഉം 25 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5. 5. ആ എണ്ണത്തിനല്ലേ ഇവിടെ 1 2 3 4 5 എത്ര എണ്ണം ഉണ്ടോ അതായിരിക്കും വ്യത്യാസം. അപ്പൊ ഈ ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് അതിന്റെ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടോ അതായിരിക്കും വ്യത്യാസം. എപ്പോഴും ഈവൻ നമ്പർ അവിടെ ഇങ്ങനെ മുഴച്ചു നിൽക്കും. അതായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഓരോന്ന് കൂടുന്നോണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിച്ചത് 50 ഓഡ് നമ്പേഴ്സും 50 ഈവൻ നമ്പേഴ്സിന്റെയും തുകയുടെ വ്യത്യാസം എത്രയാണെന്ന് ചോദ്യം. ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിയാത്തത്. 50 ഓഡ് നമ്പേഴ്സിന്റെയും 50 ഈവൻ നമ്പേഴ്സിന്റെയും തുകയുടെ വ്യത്യാസം 50 തന്നെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും മൈക്ക് ഇപ്പൊ ഓണാണ്. മനസ്സിലായിട്ടുണ്ട് എന്നെങ്കിലും ഉറക്കെ വിളിച്ചാൽ. ശരി, അപ്പോൾ നിങ്ങൾ വീട്ടുകാരെ ഞെട്ടിച്ചാൽ അയൽവാസികളെ ഞെട്ടിക്കണ്ട. അവര് കിടന്നുറങ്ങിക്കോട്ടെ കേട്ടോ. ശരി, അവര് കിടന്നുറങ്ങിക്കോട്ടെ. ഇവിടെ ആയിക്കോളെ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വേറെ സാധനം പറഞ്ഞില്ല. വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുന്നേരം ഈ ബന്ധം മനസ്സിലാക്കി വെച്ചോളൂ. 1 + 2 + 3 + 4 + 5 = 5 4 9 12. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക? 5 × 6 30ന്റെ പകുതി, അതായത് 15 ആണ്. ഇനി 1 + 3 + 5 + 7 + 9 ഇത് 5 × 5 25 2 + 4 + 6 + 8 + 10 ഇവിടെ 5 × 6 ആയ 30 ആണ്. ഈ ബന്ധം ശരിക്കും മനസ്സിലാക്കി വെച്ചോ. 15ന്റെ ഇരട്ടിയാണ് 30. അപ്പൊ നിങ്ങളോട് ചോദിക്കും, തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ 5 എന്നല്ല ചോദിക്കാതെ 50 ഒക്കെ ചോദിക്കുക. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യയുടെ തുക, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ തുക, അവ തമ്മിലുള്ള വ്യത്യാസം എത്ര? നിങ്ങൾ പറ, എത്ര വ്യത്യാസം? ടൈപ്പ് ചെയ്ത് കോഹോസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞ്. പോയോ? 15. ഇനി തുടർച്ചയായ 5 ഒറ്റ സംഖ്യയുടെ തുകയും തുടർച്ചയായ 5 ഇരട്ട സംഖ്യയുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? കോഹോസ്റ്റ് വിളിച്ചു പറഞ്ഞ്. 5.
5. അപ്പൊ ഇവിടെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഇങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്. പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. നല്ല രസകരമായ അടുത്ത ചോദ്യമാണ്. ഈ ചോദ്യം കണ്ടിട്ട് കുട്ടികൾ ബേജാറാകാതെ, കാരണം ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക മക്കളെ. നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം ഇങ്ങനെ എളുപ്പമുള്ള ഇങ്ങനെ ചോദിക്കും. ഇതാ ചോദ്യം. ഈ ചോദ്യം ഒന്ന് വായിച്ച മുഹമ്മദ് റഷീദ്. 1/9 divided by 1/9 divided by 1/9 divided by 1/9. Options 81, 1/81, 1/129, 1/9. ധ്യാന ആ ചോദ്യം കൂടി വായിച്ച മോളെ. 1/9 by 1/9 by 1/9 by 1/9. What's the answer? Options 81, option B 1/81, option C 1/129, option D 1/9. എത്ര 1/9 ഉണ്ട് മോളെയാടാ? 4. നമുക്കൊരു കാര്യം ചെയ്താലോ? ആദ്യത്തെ 1/9 അവിടെ നിർത്താം. ആദ്യത്തെ 1/9 ഞാൻ അവിടെ നിർത്തി. ഇതാണ്, ഇതിനെ ഞാൻ അവിടെ നിർത്തി. ഹരിക്കണം 1/9 ഉൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുമ്പോൾ 9/1 എന്ന് വരും. 9/1 എന്ന് പറഞ്ഞാൽ 9 ഇല്ല. വേണങ്ങളുടെ 1 നടുവരിക്കുക സുഖത്തിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ 1/9 ഹരിക്കുന്നു, റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുന്നു, 9/1. അടുത്തത് അവസാനത്തതും 9/1. അപ്പൊ ആദ്യത്തെ നമ്മൾ 1/9 എഴുതി. 2, 3, 4 9/1 എഴുതി. ഗുണിക്കുമ്പോൾ എല്ലാ 9 ഒന്ന് ഗുണിച്ചു നോക്കി. ഇത് എത്ര കിട്ടും? നമുക്കൊരു കാര്യം ചെയ്യാം, ഗുണിക്കണ്ട, വേറൊരു എളുപ്പം പറഞ്ഞുതരാം. വേറൊരു എളുപ്പം നോക്കോളെ. ഈ 9 ഈ 9 അങ്ങ് എടുത്ത് പോയി പോട്ടെ. 9 വെട്ടി. ഇനി എത്രയാ ബാക്കിയുള്ളത്? 9 9 9 എത്രയാ? 81. 81 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? അപ്പൊ അതാണ് ശരി. മുഹമ്മദ് റഷാദ് മനസ്സിലായോ? Yes, sir. മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? മനസ്സിലായോ? ഇല്ല. ഇല്ല. ശരി, മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കി തരാം. ഇവിടെ പിടിച്ചോട്ടാ. മനസ്സിലാക്കി തരാം. എത്ര പ്രാവശ്യം വേണേ പറഞ്ഞുതരാം. മനസ്സിലായിട്ടില്ല എത്ര പ്രാവശ്യം വേണേ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. ചോദ്യം ഇതല്ലേ മക്കളെ? 1/9 ഹരിക്കണം 1/9 ഹരിക്കണം 1/9 ഹരിക്കണം 1/9 എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ 1/9 ആടെ എഴുതും, വെക്കുക. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഹരിക്കുന്നതിന് പകരം അതിന്റെ ഉൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. ഉൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണ്. ഇപ്പൊ 3/4 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 4/3 ആണ്. അത് നിങ്ങൾക്കറിയാം. അപ്പോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുന്നു. ശരി. അപ്പൊ ഇവിടെ 1/9 ആണ് നിർത്തിയിട്ട് ഗുണിക്കണം എന്ന് മാറ്റുന്നു. ഈ ഹരണം ഗുണനമാക്കി മാറ്റിയപ്പോൾ അവിടെ 9/1 എന്ന് തിരിച്ചങ്ങ് എഴുതിയത്. 9/1 9 തന്നെയാണ് എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പൊ ഇത് രണ്ടാമത്തെ എടുത്തേ. ഇനി മൂന്നാമത്തെ എടുത്തോ ഗുണിക്കണം 9/1. ഇനി നാലാമത്തെ എടുത്തോ ഗുണനം 9/1. കഴിഞ്ഞു. ഇനി നമുക്ക് ചില എളുപ്പമാർഗം എന്താന്ന് പറഞ്ഞാൽ, ഈ 9 താഴെ ഉണ്ട്, ഈ 9 മേലെ ഉണ്ട്. 9/9 എന്ന് വരും. അല്ലെങ്കിൽ 9 വെട്ടിപ്പോവും. പിന്നെ നമുക്ക് 1 × 9 × 9 ആണ് വരുന്നത്. 1 × 9/9 എന്ന് പറഞ്ഞാൽ 81 ആണ്. താഴെയുള്ളത് 1 ആയതുകൊണ്ട് ഉത്തരം 81 തന്നെയാണ്. ഒന്നുകൂടി മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പം മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും 2ഉം 3ഉം പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു. നിങ്ങൾക്ക് വേറൊരു ടോപ്പിക് സ്കൂളിൽ എടുക്കുന്നവരൊന്നും കാത്തിരിക്കുന്നവര് നമ്മൾ ക്ലാസ്സിൽ അങ്ങനെയല്ല. നമ്മൾ ആ ടോപ്പിക്കിനെ പറ്റിയെല്ലാം പിന്നീട് ചർച്ച ചെയ്യുമെങ്കിലും ചോദ്യങ്ങൾ വരുമ്പോൾ എവിടുന്നും ചോദ്യങ്ങൾ വരാം. ഇതാ നിങ്ങൾക്ക് വേറൊരു ചോദ്യം ഞാൻ ഇവിടെ എഴുതി കാണിക്കുക. ആ ചോദ്യത്തിന് ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും.
ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. എല്ലാ കുട്ടികൾക്കും ചോദ്യം എഴുതിരിയാണ്. 753 എന്ന സംഖ്യയാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഞാൻ ഇതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 753 കിട്ടുക എന്നാണ് ചോദ്യം. മുഹമ്മദ് റഷ്ദാൻ, ഈ പറഞ്ഞ സംഖ്യ എത്രയാ വായിക്കുക? ഒന്ന് വായിച്ചേ. 7,53,753. അതായത് 753 ഞാൻ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 7,53,753 കിട്ടുക, അല്ലെങ്കിൽ 753 ആവർത്തിച്ച് കിട്ടുക എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, 1001. ഒരു മൂന്നക്ക സംഖ്യയെ 1001 കൊണ്ട് തന്നെ ഗുണിച്ചാൽ ആ മൂന്നക്ക സംഖ്യ 2 പ്രാവശ്യം ആവർത്തിച്ചങ്ങ് എഴുതിയാൽ മതി. ഒരു രണ്ടക്ക സംഖ്യയെ 101 കൊണ്ട് ഗുണിച്ചാൽ ആ രണ്ടക്ക സംഖ്യ 2 പ്രാവശ്യം എഴുതി കൊടുത്താൽ മതി എന്ന് മനസ്സിലാക്കുക. 25-നെ 101 കൊണ്ട് ഗുണിക്കുമ്പോൾ 25 2 പ്രാവശ്യം എഴുതി കൊടുത്താൽ മതി. അതേ സമയത്ത് ഒരു മൂന്നക്ക സംഖ്യയെ 1001 കൊണ്ട് ഗുണിച്ചാൽ ആ മൂന്നക്ക സംഖ്യ 2 പ്രാവശ്യം എഴുതി കൊടുത്താൽ മതി. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ശരി, മനസ്സിലായി എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം നല്ല രസകരമായ മറ്റൊരു ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എക്സ്പോണൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. എന്തായാലും ഞാൻ എന്റെ ചോദ്യം എടുത്ത് മുന്നോട്ട് പോവുകയാണ്. 100 എന്നാണ് ഈ എഴുതിയത്. അതിന്റെ മേലെ ഒരു 100 എന്ന് എഴുതിയാൽ 100 ഘാതം 100 അല്ലെങ്കിൽ 100 raised to 100 എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ 100 താഴെയുള്ള 100 തവണ ഇങ്ങനെ എഴുതി ഗുണിക്കലാണ്. എന്റെ ചോദ്യം വ്യക്തമാണ്. ഈ 100 തവണ എഴുതി ഗുണിച്ചാൽ മൊത്തം എത്ര സീറോ ഉണ്ടാവും? എന്റെ ചോദ്യം ഒന്നുകൂടി വ്യക്തമായി കൊടുക്കൂ മുഹമ്മദ് റഷാൻ. 100 raised to 100-ൽ എത്ര സീറോ ഉണ്ടാവും? എത്ര സീറോ ഉണ്ടാവും? 100 raised to 100-ൽ എത്ര സീറോ ഉണ്ടാവും? ശരി, ഞാനൊരു ചെറിയ ചോദ്യം വേർത്തരാം. 100 raised to 2 എന്ന് പറഞ്ഞാൽ എന്താണ് മുഹമ്മദ് റഷാൻ അർത്ഥം? 100 into 100. 100 into 100 ആണ്. അതിൽ എത്ര പൂജ്യം ഉണ്ടാവും? 4. 4. 100 raised to 3 എന്ന് പറഞ്ഞാൽ എന്താണ് റഷാൻ അർത്ഥം? 100 into 100 into 100. 100 into 100 into 100 ആണ്. അതിൽ എത്ര പൂജ്യം ഉണ്ടാവും? 6. 6 പൂജ്യം ഉണ്ടാവും. ഇനി നിങ്ങൾ പറയൂ 100 raised to 100-ൽ എത്ര പൂജ്യം ഉണ്ടാവും? ടൈപ്പ് ചെയ്തു. എല്ലാരും ഉറക്കം വിളിച്ചറിഞ്ഞു 100 raised to 100-ൽ എത്ര പൂജ്യം ഉണ്ടാവും എന്നുള്ളത് ഉറക്കം വിളിച്ചറിഞ്ഞൂടെ എല്ലാരും? 200 പൂജ്യം ഉണ്ടാവും. ഇവിടെ 100 ആണ്, അതിന്റെ ഇരട്ടി ഉണ്ടാവും. ഇവിടെ 2 ആണ്, അതിന്റെ ഇരട്ടി ഉണ്ടാവും. ഇവിടെ 3 ആണ്, അതിന്റെ ഇരട്ടി ഉണ്ടാവും. അപ്പോൾ അതാണ് അതിന്റെ ചോദ്യം. ഇനി നമുക്ക് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരണം എന്ന് അതിന്റെ മുമ്പായിട്ട് വേറൊരു ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അത് നല്ല ചോദ്യമാണ്. ഹോംവർക്കായിട്ട് തരണോ അല്ലെ ഇവിടെ നിന്ന് ചെയ്യണോ എന്നുള്ളതിനെ പറ്റി അറിയില്ല. എന്നാലും ഒരു ഡെസിമൽ ഉള്ള ഒരു ചോദ്യം ഞാനൊന്ന് തരികയാണ്. നല്ല ചോദ്യമാണ്, നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എടുക്കട്ടെ, ചോദ്യം എടുക്കട്ടെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ചോദ്യം തരുന്നതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് അത് പ്രാക്ടീസ് ചെയ്തില്ല. യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ നിങ്ങളിട്ട് കമന്റ് ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാരമില്ല, ചോദ്യം എഴുതി എടുത്തോളൂ. ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. 80/0.08 into 8/0.08
0.8 എത്രയാണ്? ചോദ്യം ഒന്ന് വായിച്ചാ റിഷാൻ. 80 by 0.08 into 8 by 0.8 എത്ര? ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. 1000, 10,000, 100 and 10. ഓപ്ഷൻസ് വായിച്ചു. 1000, 10,000, 100 and 10. ഓക്കെ. ഇത് ഹോംവർക്ക് ആയിട്ട് വേണോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യണോ? നിങ്ങൾ എന്താ അഭിപ്രായം? വേണം. ഞാൻ അവിടുന്ന് ചെയ്യണോ അല്ലെ ഹോംവർക്ക് ആയിട്ട് വേണോ? ഏതായാലും ഞാൻ സൂചന തരാം. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സ്ഥാനവും ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 1 സ്ഥാനവുമാണുള്ളത്. അത് നിങ്ങൾക്ക് എന്താണ് ചെയ്തത് നിങ്ങൾ ആലോചിക്കുക. എന്തായാലും ഇത് ഹോംവർക്ക് ആയിട്ട് തരാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ചർച്ച ചെയ്യുകയും ചെയ്യാം. അടുത്ത ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലെ മുതിർന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ചോദ്യങ്ങളാണ് എന്ന് അത് തിരിച്ചറിയുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നമുക്കൊരു ചിത്രം വരയ്ക്കാം. നല്ലൊരു ചിത്രം എല്ലാവരും വരയ്ക്കുക. ആ 2 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ ചിത്രം എന്നോടൊപ്പം തന്നെ നിങ്ങളും വരയ്ക്കുക. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഓക്കെ സർ. ഓക്കെ ആണ്. അപ്പം ഒരു റെക്ടാങ്കിൾ ആണ് ഞാനിപ്പോ വരച്ചത്. നിങ്ങളും ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പോകുന്നത് ശ്രദ്ധിക്കണം. ഈ ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്യുക. ആ ഭാഗം മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടുത്തെ ഈ സൈഡിന്റെ അളവ് 5 സെന്റിമീറ്റർ എന്ന് ഞാൻ തരികയാണ്. ഇവിടുന്ന് ഇവിടം വരെ 2 സെന്റിമീറ്ററുമാണ്. ധ്യാനാണ് ആ ചോദ്യം അതുവരെ ഒന്ന് വായിച്ചേ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പോർഷൻ ഷെയ്ഡും ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. പിന്നെ അതിനകത്ത് ഈ റെക്ടാങ്കിൾ 2 പാർട്ടാക്കിയതിന്റെ ഒരു പാർട്ടിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഇതാണ് ഇന്നത്തെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ആ ചോദ്യം എന്താണെന്ന് ഇതാ പിടിച്ചോളൂ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ? ഏജ് എന്നാണ് വിളിക്കുന്നത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ? വന്നു. ശരി. ഇവിടെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ എന്നാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ എത്രയാണ് എന്നാണ്. അതിന്റെ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓപ്ഷൻസ് എഴുതിയെടുത്തോളൂ. 6 cm² ആണോ, അല്ലെങ്കിൽ 8 cm² ആണോ, അല്ലെങ്കിൽ 7 cm² ആണോ, അല്ലെങ്കിൽ 10 cm² ആണ്? എല്ലാം cm²ലാണ്. cm². ഓപ്ഷൻസ് വായിച്ചു. 6 cm², 8 cm², 7 cm², 10 cm². 10 cm². അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം ഇന്നത്തെ ചോദ്യങ്ങൾ കുറച്ച് കഠിനമേറിയ ചോദ്യങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ചെയ്യലേ നിവൃത്തിയുള്ളൂ. കാരണം ഇത്തരം ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരിക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് സ്ഥിരമായ പ്രാക്ടീസ് ആണ്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, അടുത്ത ക്ലാസ് ഞാൻ എടുക്കുന്നത് സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടിയാണ്. സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് ഇന്ന് തന്നെ ബൈഹാർട്ടാക്കുക. 1 square 1, 2 square 4, 9, 16, 25 എന്നീ സ്ക്വയർ നമ്പർ 30 സ്ക്വയർ വരെയുള്ള 900 വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക.